ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ്. ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏത് പ്രായക്കാർക്കും അറിവ് നേടാൻ അവസരം നൽകുന്ന ഒരു മികച്ച സർവകലാശാലയാണ് ഇഗ്നോ. സാധാരണ സർവകലാശാലകളിൽ പ്രായപരിധി ഒരു തടസ്സമാകാറുണ്ടെങ്കിൽ ഇഗ്നോവിൽ അങ്ങനെയൊരു പ്രശ്നമില്ല. ഇനി ഇഗ്നോവിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഒന്നാമതായി, പ്രായപരിധിയില്ല. ഇഗ്നോവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണിത്. വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവർക്ക് എത്ര പ്രായമായാലും ഇവിടെ പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത, വിവിധതരം കോഴ്സുകൾ. ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങി നിരവധി പഠന കോഴ്സുകൾ ഇഗ്നോയിൽ വാഗ്ദാനം ചെയ്യുന്നു. അടുത്തത്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ODL മോഡ്. നേരിട്ട് ക്ലാസ്സുകളിൽ പോകാൻ കഴിയാത്തവർക്കും ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഇത് വളരെ പ്രയോജനകരമാണ്. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള അവസരം ഇത് നൽകുന്നു. മറ്റൊരു പ്രത്യേകത, കുറഞ്ഞ ഫീസ്. മറ്റ് പല കോഴ്സുകളെയും അപേക്ഷിച്ച് ഇഗ്നോ കോഴ്സുകൾക്ക് ഫീസ് പൊതുവെ കുറവാണ്. അടുത്ത പ്രത്യേകത, ലഭ്യത. രാജ്യത്തുടനീളം റീജിയണൽ സെൻ്ററുകളും സ്റ്റഡി സെൻ്ററുകളും ഉള്ളതുകൊണ്ട് പഠനം എളുപ്പമാക്കുന്നു. കേരളത്തിൽ കൊച്ചിയിൽ ഒരു റീജിയണൽ സെൻ്ററും നിരവധി സ്റ്റഡി സെൻ്ററുകളും ഉണ്ട്. ഇഗ്നോവിലെ പ്രധാന കോഴ്സുകൾ. ഇഗ്നോ വിവിധ വിഷയങ്ങളിൽ കോഴ്സുകൾ നൽകുന്നുണ്ട്. ചില പ്രധാന വിഭാഗങ്ങളും അവയുടെ കീഴിലുള്ള കോഴ്സുകൾ. മാസ്റ്റർ ബിരുദം അത് ഏതൊക്കെയാണ്? MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സൈക്കോളജി, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതുകൂടാണ്ട് MCOM, MCA, MBA, MED, MSc ഡയറ്റിക്സ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെൻറ്റ്. ഇനി ഡിഗ്രി വിഷയങ്ങൾ ഏതൊക്കെയാണ്? BA ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി തുടങ്ങിയവ. BCom, BCA, BSW ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്, BLIS, BEd തുടങ്ങിയവ. PG ഡിപ്ലോമ ആൻഡ് അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ്. PG ഡിപ്ലോമ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്, PG ഡിപ്ലോമ ഇൻ സൈബർ ലോ, PG സർട്ടിഫിക്കറ്റ് ഇൻ മലയാളം ഹിന്ദി ട്രാൻസ്ലേഷൻ. ഇനി ഡിപ്ലോമ കോഴ്സ് നോക്കിയാലോ. ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. സർട്ടിഫിക്കറ്റ് ഇൻ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ ടൂറിസം സ്റ്റഡീസ്. ഇനി പ്രവേശന നടപടികൾ നോക്കാം. ഇഗ്നോവിൽ സാധാരണയായി 2 അഡ്മിഷൻ സൈക്കിളുകളാണ് ഉള്ളത്, ജനുവരി സെഷനും ജൂലൈ സെഷനും. അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇഗ്നോവിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ചുവടെ കൊടുത്തിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ്റെ കാര്യമാണ് പറയുന്നത്. പുതിയ ഉപയോക്താക്കൾ രജിസ്റ്റർ ചെയ്ത് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാക്കണം. അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, കോഴ്സ് തിരഞ്ഞെടുക്കൽ എന്നിവ ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക. രേഖകൾ അപ്ലോഡ് ചെയ്യുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ്, പ്രായം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ മാത്രം എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇനി ഫീസ് അടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓൺലൈനായി ഫീസ് അടയ്ക്കുക. കോഴ്സിനും കോഴ്സിൻ്റെ കാലയളവിനും അനുസരിച്ച് ഫീസിൽ വ്യത്യാസം വരും. ഏകദേശം 300 രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് വരും. ഉദാഹരണത്തിന്, ഒരു MA കോഴ്സിന് പ്രതിവർഷം 7300 മുതൽ 9000 വരെയും ഒരു BA കോഴ്സിന് മുഴുവൻ കാലയളവിലേക്കും 12000 രൂപ മുതൽ 15000 വരെയും ഫീസ് അടക്കാം. അപേക്ഷ സമർപ്പിക്കുക. എല്ലാ വിവരങ്ങളും പരിശോധിച്ച് അപേക്ഷ സമർപ്പിക്കുക. ഇനി കേരളത്തിലെ സ്റ്റഡി സെൻ്ററുകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഇഗ്നോവിന് കേരളത്തിൽ കൊച്ചി ആസ്ഥാനമായി ഒരു റീജിയണൽ സെൻ്റർ ഉണ്ട്. ഇതിനു പുറമെ കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിരവധി സ്റ്റഡി സെൻ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്റ്റഡി സെൻ്ററുകൾ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ സഹായങ്ങൾ നൽകുകയും കൗൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കൊച്ചി റീജിയണൽ സെൻ്റർ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, ലക്ഷദ്വീപ് എന്നീ ജില്ലകളുടെ ചുമതല കൊച്ചി റീജിയണൽ സെൻ്ററിലാണ്. വടകര റീജിയണൽ സെൻ്റർ കോഴിക്കോട്. 2011 സ്ഥാപിച്ച വടകര റീജിയണൽ സെൻ്റർ വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകൾക്ക് സേവനം നൽകുന്നു.
നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും അതിൻ്റെ യോഗ്യതകളും ഫീസ് ഘടനയും സ്റ്റഡി സെൻറ്ററുകളുടെ വിവരങ്ങളും ഇഗ്നുവിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിശദമായി ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയുന്നവർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക്